NCP നേതൃക്യാമ്പിൽ CPM-ന് വിമർശനം. NCP-യുടെ ഔദ്യോഗിക പക്ഷത്തെ മാറ്റി നിർത്തി പേരും കൊടിയും ചിഹ്നവും ഒന്നുമില്ലാതെ കടലാസ് പാർട്ടിയെ ഒപ്പം നിർത്തിയത് LDF-ന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആക്കം കൂട്ടി. വയനാട്ടിൽ LDF സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF-ന് പിന്തുണ നൽകണമെന്നും NCP പ്രമേയം. സ്വയം വിമർശനമില്ലാതെയുള്ള വിമർശനം ഫാസിസത്തിന്റെ അടയാളമെന്ന് CPM മനസ്സിലാക്കണമെന്ന് NCP-യുടെ പ്രമേയത്തിൽ പറയുന്നു. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്ന സാഹചര്യത്തിലെങ്കിലും CPM തിരുത്തലുകൾ ആലോചിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിലെ CPM-ന് ബംഗാളിലെ ഗതിയാകും. ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഉറച്ച വോട്ടുകളിൽ പോലും CPM-ന് വലിയ കുറവുണ്ടായി. പാർട്ടി വോട്ടുകളിലെ വിള്ളലിനെക്കുറിച്ച് CPM പഠിക്കണം. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF-നെ പിന്തുണയ്ക്കണമെന്നും NCP രാഷ്ട്രീയ പ്രമേയം പറയുന്നു. ദേശീയ തലത്തിലെ ഒരേ മുന്നണിയിലെ രണ്ടു പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത് എന്ത് സന്ദേശം നൽകുമെന്നതും ഇടതുമുന്നണി വിശദീകരിക്കണം. കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJP-ക്ക് പോകാതിരിക്കാനാണ് മത്സരമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. അങ്ങേയറ്റം ബാലിശമായ പ്രസ്താവനയാണിത്. സ്വന്തം വോട്ടുകൾ തങ്ങളുടെ അസാന്നിധ്യത്തിൽ BJP-ക്ക് പോകുമെന്ന ചിന്ത അങ്ങേയറ്റം ആത്മഹത്യാപരമാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. NCP-യുടെ ഔദ്യോഗിക പക്ഷത്തെ മാറ്റി നിർത്തി പേരും കൊടിയും ചിഹ്നവുമില്ലാത്ത കടലാസ് പാർട്ടിയെ ഒപ്പം നിർത്തിയത് പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന വിമർശനവും നേതൃക്യാമ്പിൽ ഉയർന്നു. 2 ദിവസമായി കലൂരിൽ നടന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.